കൺസ്യൂം ചെയ്യുന്നു, വീണ്ടും ആ വണ്ടർലാൻഡിലേക്ക് പോകുന്നു. തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്താ അപകടങ്ങളാണ്. അച്ഛനമ്മമാർ ചീത്ത പറയും, ടീച്ചർമാർ എന്താ പഠിക്കാത്തത് പറഞ്ഞ് ചീത്ത പറയും, ജോലി ഒന്നും ആയില്ലേ എന്ന് പറഞ്ഞ് നാട്ടുകാർ ചീത്ത പറയും. വീണ്ടും എങ്ങനെയെങ്കിലും പൈസ കണ്ടുപിടിച്ച് സാധനം കൺസ്യൂം ചെയ്ത് അങ്ങനെ ഏറ്റവും അവസാനം എന്താണ്, നിങ്ങളുടെ ലൈഫ് ഒരു ഡാർക്ക് ആയിട്ട് മാറി, നിങ്ങളുടെ ലൈഫ് ഒരു ട്രെൻഡിലേക്ക് മാറും. അതാണ് സാറുമാര് പറഞ്ഞത്. ഈ സാധനം ഈ ലഹരി വസ്തുക്കൾ കൺസ്യൂം ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് തന്നെ നിർത്തും. അത് പറഞ്ഞ പോലെ ബ്രെയിൻ ഉണ്ടായാലേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നല്ലതും ചീത്തയോ ആണെന്ന് ചിന്തിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ തലച്ചോറല്ലേ. തലച്ചോറിലാണ് കരി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇല്ല. ഈ ലഹരി വസ്തുക്കൾ നിങ്ങൾ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ബ്രെയിന് നിങ്ങളുടെ മൈൻഡിനെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഈ കോഴിക്കുഞ്ഞിനെ വെച്ച പോലെ തന്നെ നിങ്ങളുടെ ഫുൾ നിങ്ങൾ കൺട്രോൾ എടുത്ത് കളയും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യൂസ് ചെയ്യരുത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും, ഈ എങ്ങനെയാണ് ഈ അഡിക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സാധനം നിങ്ങൾ കയ്യിലേക്ക് എത്തുന്നത്? നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് തന്നെ അല്ലെ. നിങ്ങൾക്ക് പലതരം കൂട്ടുകാരുണ്ടാവും. ചിലപ്പോ എന്റെ അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വലിയ വലിയ ചേട്ടന്മാരുണ്ടാവും സ്കൂളിൽ പുറത്തെത്തുമ്പോ അല്ലേ. അപ്പൊ അവരൊക്കെ എന്ത് പറയും, ഒരു വട്ടം ട്രൈ ചെയ്യും, സൂപ്പർ സാധനമല്ലേ അല്ലെ. ലഹരി എന്ന് വെച്ചാൽ ഈ MDMA മാത്രമല്ല കേട്ടോ. എന്താണ് ഹാൻഡ്സ് വിടും, മദ്യം, സ്മോക്കിംഗ് അല്ലെ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടാണ്ട് നമ്മൾ കെമിക്കലായിട്ട് നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന എല്ലാം എന്താണ്? ലഹരിയാണ്. കേൾക്കുന്നില്ലേ? സംസാരിക്കാണോ? സംസാരിച്ചോണ്ടിരിക്കാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇത് താല്പര്യം വരുന്നത്? നമ്മുടെ പോലുള്ള ഫ്രണ്ട്സ് ഒന്ന് പറയാണ്, ഒരു വട്ടം ഒന്നല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെന്താ പറയും, നിങ്ങളിങ്ങനെ അമ്മാവൈബ് ആവല്ലേ, പഴയ ആൾക്കാരെ പോലെ ആവല്ലേ, ഇപ്പൊ ഇതൊക്കെയാണ് ഫാഷൻ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറയും. പിന്നെന്താ, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ, ഇതെല്ലാവരും ചെയ്തു നോക്കേണ്ട കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊല്ലത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെന്താ, ഇതൊന്ന് കഴിച്ചു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറും, പഠിക്കേണ്ട, അച്ഛനമ്മമാരെ ചീത്ത കേൾക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നമ്മൾ വീഴരുത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പഠിക്കണം? അങ്ങനെയാണെങ്കിൽ നോ പറയാൻ പഠിക്കണം. എന്താണ് നോ? ഇപ്പൊ നോ പറയാൻ പഠിക്കാന്ന് വെച്ചാൽ വലിയൊരു ക്വാളിറ്റിയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, അത് ഈ കാര്യം മാത്രമല്ല, എന്തായിക്കോട്ടെ, ആരെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ എന്ത് പറയണം? എനിക്കത് പറ്റില്ല, എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാൾ പറയാണ് ഹാൻഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന MDMA, കഞ്ചാവ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ മദ്യപിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നോ, എനിക്ക് എന്റെ ആവശ്യമില്ല, എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, എനിക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണ്? കൂട്ടുകാരൊപ്പം ക്രിക്കറ്റ് കളിച്ചാലോ ഫുട്ബോൾ കളിച്ചാലോ എനിക്ക് ഇതിലും കൂടുതൽ എന്ത് കിട്ടും? ഫണ്ട് കിട്ടും. അല്ലെങ്കിൽ നല്ല സിനിമകൾ കണ്ടാലോ, നല്ല പുസ്തകങ്ങൾ വായിച്ചാലോ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുമ്പോൾ ടീച്ചർമാരെ അഭിനന്ദിക്കുമ്പോഴോ ഒക്കെ എനിക്ക് എന്ത് കിട്ടും? ഇതിലും കൂടുതൽ ഒരു ലഹരി കിട്ടും. എനിക്ക് അത് മതി. അല്ലാണ്ട് ഇങ്ങനെ കണിക്കണ സാധനങ്ങൾ കഴിച്ചോ പുക വലിച്ചോ എന്ത് രീതി വേണ്ട, അങ്ങനത്തെ ഒരു ഫണ്ട് വേണ്ട. അപ്പൊ നമ്മൾ ആ നോ പറയാൻ പഠിക്കണം. മെയിൻ പ്രശ്നം എന്താ? കുട്ടികളുടെ നോ പറയാൻ പഠിക്കില്ല. ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും, അത്രത്തോളം നല്ല ഫ്രണ്ട് ആയിരിക്കും, അത്രത്തോളം നല്ലൊരു ചേട്ടനായിരിക്കും, വീടിന്റെ അടുത്ത് ഉള്ളൊരു നല്ലൊരു ചേട്ടനായിരിക്കും, ഇത്രയും കുറെ കാര്യങ്ങൾ കിട്ടായോ നല്ലൊരു ചേട്ടനായിരിക്കും. അപ്പൊ ചേട്ടൻ ഒന്ന് പറയാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറാണ് മോനെ. അപ്പൊ നമുക്ക് മോശമായ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല. ആര് പറഞ്ഞാലും നമ്മൾ എന്ത് പറയണം? നോ പറയാൻ പഠിക്കണം കേട്ടോ. പിന്നെ മാം പറഞ്ഞു അഡിക്ഷൻ. ഇപ്പൊ കോഴിക്കുഞ്ഞിന്റെ കഥ കണ്ടില്ലേ? ആദ്യം കോഴി